എല്ലാവർക്കും PSC വോയേജറിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ PYQ സീരീസിൽ മലയാളത്തിന്റെ 4ാമത്തെ ക്ലാസ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതുവരെ എടുത്തിട്ടുള്ള വീഡിയോകൾ ഉൾപ്പെടുന്ന പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഐ ബട്ടണിൽ കൊടുത്തേക്കാം. അതുപോലെ നമ്മുടെ ഇംഗ്ലീഷ് മാത്സ് PYQ സീരീസിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും അവൈലബിൾ ആണ്. കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കുക. കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായി നമ്മൾ LDC ട്രിവാൻഡ്രത്തിലെ മലയാളം ചോദ്യപേപ്പറാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ ചോദ്യവുമായി റിലേറ്റ് ചെയ്ത് മുൻകാലങ്ങളിൽ PSC ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയാണ് ക്ലാസ് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സോടുകൂടി LDC ട്രിവാൻഡ്രത്തിന്റെ മലയാളം ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആവുകയാണ്. അടുത്ത സീരീസിൽ നമ്മൾ പുതിയൊരു ചോദ്യപേപ്പർ ആയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് സമയം ഒട്ടും തന്നെ കളയാതെ നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. 98ാമത്തെ ചോദ്യം നോക്കാം. ചിന്മുദ്ര എന്ന പദം ശരിയായി പിരിച്ചെഴുതിയത് എങ്ങനെ? ചിൻ പ്ലസ് മുദ്ര, ചിത്ത് പ്ലസ് മുദ്ര, ചിത് പ്ലസ് മുദ്ര, ചിത് പ്ലസ് മുദ്ര. ഇതിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ചിന്മുദ്രയെ പിരിച്ചെഴുതുന്നത് ചിത് പ്ലസ് മുദ്ര എന്നാണ്. അപ്പൊ നമുക്ക് ഇതൊന്ന് ചേർത്ത് എഴുതാം. ചിത് പ്ലസ് മുദ്രയാണ് ചിന്മുദ്ര. ചിത് പ്ലസ് മുദ്ര എന്ന് പറയുന്നത് ചിന്മുദ്രയാണ്. അപ്പൊ ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചേർത്ത് എഴുതാൻ പറഞ്ഞ് ചോദിക്കുക, അല്ലെങ്കിൽ പിരിച്ചെഴുതാൻ പറഞ്ഞ് ചോദിക്കുക. രണ്ടായാലും നമുക്കിപ്പോ ക്ലിയർ ആണല്ലോ കാര്യം. ഇനി ഇതെങ്ങനെയാണ് ഈ ചിത് പ്ലസ് മുദ്ര ചിന്മുദ്രയായത് എന്നുള്ള കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. അത് അറിയണം എന്നുള്ളവർ മാത്രം ഇനി പറയുന്ന ഭാഗം ശ്രദ്ധിച്ചാൽ മതി. അല്ലാത്തവർ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് സ്കിപ്പ് ചെയ്ത് പൊക്കോളുക. നമുക്കറിയാം വ്യഞ്ജനാക്ഷരങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ക, ഖ, ഗ, ഘ, ങ. അതുപോലെ ച, ഛ, ജ, ഛ, ഞ. അതങ്ങനെ വന്ന് അറിയായിരിക്കുമല്ലോ എല്ലാം. അപ്പൊ ഇതിലെ ഈ ഫസ്റ്റ് കോളത്തിൽ വരുന്ന ഈ ഒരു സെറ്റിനെ, ഈ ആദ്യത്തെ കോളത്തിൽ വരുന്ന അക്ഷരങ്ങളെല്ലാം നമ്മൾ ഒരുമിച്ച് ഖരം എന്നാണ് പറയുന്നത്. ഇവ ഖരാക്ഷരങ്ങളാണ്. രണ്ടാമത്തെ കോളത്തിൽ വരുന്ന ഈ ഒരു സെറ്റ് അക്ഷരങ്ങളെ അധിഖരം എന്നാണ് പറയുന്നത്. അധിഖരം. മൂന്നാമത്തെ കോളത്തിൽ വരുന്ന ഈ ഒരു സെറ്റിനെ മൃദു എന്നും പറയും. മൃദു. നാലാമത്തെ സെറ്റ് വരുന്ന ഈ ഒരു കോളം, ഇതിന് ഘോഷം എന്നാണ് പറയുന്നത്. ഘോഷം. അതുപോലെ ലാസ്റ്റ് വരുന്ന ഈ കോളം, ഇവയാണ് അനുനാസികം. നമ്മൾ മൂക്കുകൊണ്ട് ഉച്ചരിക്കുന്നവയാണ് അനുനാസികം എന്ന് പറയുന്നത്. ങ, നമ്മ, അത് ആ ഒരു കാറ്റഗറിയാണ് അനുനാസികം എന്ന് പറയുന്നത്. അപ്പൊ ഈ വ്യാകരണ നിയമം അനുസരിച്ചിട്ട് ഒരു ഖരാക്ഷരം അനുനാസികമായിട്ട് ചേരുമ്പോൾ ആ ഖരാക്ഷരം അതിന്റെ അനുനാസികമായിട്ട് മാറും. ഇതിനെ അനുനാസിക അതിപ്രസരം എന്നാണ് പറയുന്നത്. ഞാൻ ഒന്നുകൂടെ പറയാം. ഒരു ഖരാക്ഷരം അനുനാസികമായിട്ട് ചേരുമ്പോൾ, ഏത് അനുനാസികമായിട്ട് വേണമെങ്കിലും ചേരാം. അതായത് ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന അക്ഷരങ്ങൾ ഏതെങ്കിലും, ഒന്നുകിൽ കായാവാം, അല്ലെങ്കിൽ ചായാവാം, ട, അത് ഏത് വന്നാലും അത് ഈ അനുനാസികത്തിലെ ഏതെങ്കിലും ഒരു അക്ഷരമായിട്ട് ചേരുമ്പോൾ ആ ഖര അക്ഷരം അതിന്റെ അനുനാസികമായിട്ട് മാറും. അപ്പൊ നമുക്ക് ഈ നമ്മുടെ ഉദാഹരണം തന്നെ ഒന്ന് നോക്കാം. ചിത് പ്ലസ് മുദ്രയാണല്ലോ നമ്മളോട് ചോദിച്ചേക്കുന്നത്. അപ്പൊ ഇതില് ഈ ത എന്ന് പറയുന്നത് ഖരാക്ഷരമാണ്. ഈ ഖരാക്ഷരം മായുമായിട്ടാണ് ചേർന്നേക്കുന്നത്. മാ എന്ന് പറയുന്നത് ഏതാണ്? ങ, ഞ, ണ, ന, മ. അത് അനുനാസികമാണ്. അപ്പൊ ഈ ഖരാക്ഷരം അനുനാസികമായിട്ടാണ് ഇവിടെ ചേർന്നേക്കുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ ഖരാക്ഷരം എന്തായിട്ട് മാറും? അതിന്റെ അനുനാസികമായിട്ട് മാറും. അപ്പൊ ഈ തായുടെ ഇതിൽ വരുന്ന അനുനാസികം ഏതാണ്? നായല്ലേ? ധ, ഥ, ധ, ഥ, ന. അപ്പോ ഈ ത എന്നുള്ളത് നായായിട്ട് മാറും. ഒരു ഖരാക്ഷരം അനുനാസികമായിട്ട് ചേരുമ്പോൾ ആ ഖരാക്ഷരം അതിന്റെ അനുനാസികമായിട്ട് മാറുന്നു. അപ്പോ ചിത് പ്ലസ് മുദ്ര എന്താവും? ത നായായിട്ട് മാറും. അപ്പോ ചിന്മുദ്രയാവും. അപ്പൊ ത് പ്ലസ് മൂ എന്നുള്ളത് മു എന്നായിട്ട് മാറും. അങ്ങനെയാണ് ചിന്മുദ്ര എന്ന പദം പിരിച്ചെഴുതുമ്പോൾ നമുക്ക് ചിത്ത് പ്ലസ് മുദ്ര വരുന്നു. അല്ലെങ്കിൽ ചിത് പ്ലസ് മുദ്ര ചേർക്കുമ്പോൾ ഈ ഖരാക്ഷരം ഒരു അനുനാസികമായിട്ട് ചേരുന്നത് കൊണ്ട് ആ ഖരാക്ഷരത്തിന്റെ അനുനാസികമായിട്ട് ഇത് മാറും. അങ്ങനെയാണ് നമുക്ക് ചിന്മുദ്ര കിട്ടുന്നത്. ഇതിനെ അനുനാസിക അതിപ്രസരം എന്നാണ് പറയുന്നത്.
ഇത്രയൊന്നും നമുക്ക് PSCക്ക് ആവശ്യമില്ല. എങ്ങനെയാണ് വന്നേ എന്നുള്ള കാര്യം മാത്രം നിങ്ങളൊന്ന് അറിഞ്ഞു വെച്ചേക്കുക. അപ്പോൾ ചിന്മുദ്ര എന്ന പദം എങ്ങനെയാണ് പിരിച്ചെഴുതുന്നത്? ചിത് പ്ലസ് മുദ്ര. ഇനി ഉന്നമ്രം എന്ന പദം ശരിയായിട്ട് പിരിച്ചെഴുതുന്നത് എങ്ങനെ? അപ്പൊ നോക്കിക്കേ, ഇതില് ഉന്നമ്രം എന്ന പദമാണ് ചോദിച്ചേക്കുന്നത്. ഇതിന്റെ ഉത്തരം വരുന്നത് ഉത് പ്ലസ് നമ്രമാണ്. ഇതും നമ്മൾ ഇപ്പൊ പറഞ്ഞ ആ റൂള് തന്നെയാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. തായും നായും. അപ്പൊ ഇവിടെ താ എന്ന് പറയുന്നത് ഖരാക്ഷരമാണ്, നാ എന്ന് പറയുന്നത് അനുനാസികാക്ഷരമാണ്. അപ്പോ ഒരു ഖരാക്ഷരവും അനുനാസികവും ചേരുമ്പോൾ ആ ഖരാക്ഷരത്തിന്റെ അനുനാസികമായിട്ടാണ് മാറുന്നത്. അപ്പോ ഈ ത് എന്നുള്ളത് എന്താവും? ന് ആയിട്ട് മാറും. അപ്പൊ വീണ്ടും ന് പ്ലസ് നാ എന്നാ വരുന്നത്. അപ്പൊ അത് നാന്നാവും. അപ്പൊ ഉത് പ്ലസ് നമ്രം എന്തായിട്ട് മാറും? ഉന്നമ്രം. ക്ലിയർ ആയോ? അപ്പൊ ഉത് പ്ലസ് നമ്രമാണ് ഉന്നമ്രം. ഉന്നമ്രത്തിനെ പിരിച്ചെഴുതിയാൽ ഉത് പ്ലസ് നമ്രം എന്ന് വരും. അല്ല എങ്കിൽ ഉത് പ്ലസ് നമ്രം എന്നുള്ളത് ചേർത്തെഴുതിയാൽ എങ്ങനെ മാറും? ഉന്നമ്രം. അപ്പൊ രണ്ടും ഓർത്തു വെക്കുക. കാരണം നമുക്ക് ചേർത്തെഴുതാനും പിരിച്ചെഴുതാനും ഒക്കെ ആയിട്ട് ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട്. ക്ലിയർ ആയെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. വെഞ്ചാമരം എന്ന പദം പിരിച്ചെഴുതിയാൽ വെഞ്ഞ് പ്ലസ് ചാമരം, വെൺ പ്ലസ് ചാമരം, വെൺ പ്ലസ് ചാമരം, വെഞ്ച് പ്ലസ് ചാമരം. അപ്പം ഇതില് ശരിയായിട്ടുള്ള പദം വരുന്നത് വെൺ പ്ലസ് ചാമരം എന്നാണ്. ഓപ്ഷൻ സി. വെഞ്ചാമരം എന്ന പദം പിരിച്ചെഴുതിയാൽ നമുക്ക് കിട്ടുന്നത് വെൺ പ്ലസ് ചാമരം ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? വെൺ പ്ലസ് ചാമരം എന്ന് പറഞ്ഞാല് എന്താണ്? വെഞ്ചാമരം. വെഞ്ചാമരം. ക്ലിയർ? വെൺ പ്ലസ് ചാമരമാണ് വെഞ്ചാമരം. വാഗതീതം പിരിച്ചെഴുതുന്നത് എങ്ങനെ? വാഗ് പ്ലസ് അതീതം, വാക്ക് പ്ലസ് അതീതം, വാക് പ്ലസ് അതീതം, വാഗ പ്ലസ് തീതം. ഇതിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. വാക് പ്ലസ് അതീതമാണ് വാഗതീതം. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ചിലപ്പോ നിങ്ങൾക്ക് ഈ ഓപ്ഷൻ ബിയിലേക്ക് ഒരു ചായ്വ് വരും. അതല്ല, വാക്ക് കാ മാത്രമേ ഉള്ളൂ, ഇക്ക ഇല്ല. അപ്പൊ വാഗ് പ്ലസ് അതീതമാണ് എന്ത്? വാഗതീതം എന്ന് പറയുന്നത്. വാഗ് അധികം അതീതമാണ് വാഗതീതം. ക്ലിയർ ആയോ? വാഗതീതം പിരിച്ചെഴുതുന്നത് എങ്ങനെയാണ്? വാഗ് അധികം അതീതം. ഇനി അടുത്തൊരു ചോദ്യം നോക്കാം. ഇതെല്ലാം PSC മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള 2021 മുതൽ PSC നടത്തിയിട്ടുള്ള ചോദ്യ പേപ്പറിൽ നിന്നാണ് ഞാൻ ഓരോ ചോദ്യങ്ങളും എടുക്കുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാ ചോദ്യവും നോക്കുക. കാരണം ഒരുപാട് ചോദ്യങ്ങൾ ആവർത്തിച്ചു വരുന്നുണ്ട്. ഇനി നമുക്ക് അടുത്തൊരു ചോദ്യം നോക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് അയാൾ തോണി തുഴയാൻ തുടങ്ങി. അടിവരയിട്ട പദം പിരിച്ചെഴുതുക. തുഴയാൻ. തുഴയാൻ എന്നുള്ളതാണ് പിരിച്ചെഴുതേണ്ടത്. അപ്പൊ ഇതിനെ എങ്ങനെ പിരിച്ചെഴുതാം? തുഴ പ്ലസ് അൻ, തുഴ പ്ലസ് യാൻ, തുഴ പ്ലസ് ആൻ, തു പ്ലസ് ആൻ. ഇതിന്റെ ഉത്തരം വരുന്നത് തുഴ അധികം ആൻ ആണ് തുഴയാൻ. അപ്പൊ തുഴയാൻ എന്ന പദത്തിനെ എങ്ങനെയാണ് പിരിച്ചെഴുതുന്നത്? തുഴയാൻ എന്ന് പറഞ്ഞാല് തുഴ പ്ലസ് ആൻ. ഇതാണ് തുഴയാൻ എന്ന പദമായിട്ട് മാറുന്നത്. ഇനി ശരിയായ പദച്ചേർച്ച ഏത്? ചുള്ളി അധികം കമ്പ് ചുള്ളിക്കമ്പ്, ചുളി അധികം കമ്പ് ചുള്ളിക്കമ്പ്, ചുള്ളി പ്ലസ് കമ്പ് ചുള്ളിക്കമ്പ്, ചുളി പ്ലസ് കമ്പ് ചുള്ളിക്കമ്പ്. ഇത് ചേർത്തെഴുത്തും പിരിച്ചെഴുത്തും കൂടെ ഒരുമിച്ച് വന്നേക്കാം. അപ്പൊ ശരിയായ പദച്ചേർച്ചയാണ്. ഇത് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ചുള്ളി പ്ലസ് കമ്പാണ് എന്ത്? ചുള്ളിക്കമ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. ചുള്ളി പ്ലസ് കമ്പാണ് ചുള്ളിക്കമ്പ്. ഇനി അടുത്ത ചോദ്യം നമ്മുടെ LD ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ചോദ്യമാണ്. കേരള പാണിനി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ആര്? AR രാജരാജവർമ്മ, രാജാ രവിവർമ്മ, കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ, ആറ്റൂർ രവിവർമ്മ. ആരാണ് കേരള പാണിനി എന്നറിയപ്പെടുന്നത്? AR രാജരാജവർമ്മയാണ് കേരള പാണിനി എന്നറിയപ്പെടുന്നു. ഒരിടയ്ക്ക് ഒരുപാട് തവണ ആവർത്തിച്ചിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു കേരള പാണിനി. ഇപ്പം കുറച്ചായിട്ട് അങ്ങ് ഇത് കാണുന്നില്ലായിരുന്നു. അപ്പൊ LDയുടെ 2024 LDയിലാണ് ട്രിവാൻഡ്രത്താണ് ഈ ചോദ്യം ചോദിച്ചത്. അപ്പൊ തൂലികാ നാമങ്ങൾ നമ്മളൊന്ന് അറിഞ്ഞിരിക്കാം. ഇനിയും ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ കേരള പാണിനി എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെട്ട വ്യക്തിയാണ് ആര്? AR രാജരാജവർമ്മ. അതുപോലെ ഈ കേരളവർമ്മ വലിയ കോയി തമ്പുരാനും അറിയപ്പെടുന്ന ഒരു തൂലികാ നാമമുണ്ട്. ഞാൻ ഇവിടെ എഴുതാം. കേരള
കാളിദാസൻ. കേരള കാളിദാസൻ എന്നാണ് കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ അറിയപ്പെടുന്നത്. അപ്പൊ അത് വേണമെങ്കിൽ നിങ്ങളൊന്നും ഇങ്ങനെ ഓർത്ത് വെക്കുക. ഞാൻ ഓർക്കാൻ വേണ്ടി മാത്രം ജസ്റ്റ് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കാളിദാസൻ, കാളിയുടെ ദാസനായതുകൊണ്ട് അദ്ദേഹത്തെ വലിയ ആളാക്കി എന്ന് വേണമെങ്കിൽ ഓർത്തു വെക്കാം. ആവശ്യമില്ലാത്തൊരു സ്കിപ്പ് ചെയ്തോളാം. കാളിയുടെ ദാസനായതുകൊണ്ട് അദ്ദേഹത്തെ വലിയ ആളാക്കി. അപ്പൊ കേരളവർമ്മ വലിയ കോയിത്തമ്പുരാനാണ് ആര്? കേരള കാളിദാസൻ. കാളിയുടെ ദാസനെ വലിയവനാക്കി എന്ന് ഓർക്കാലോ നമുക്ക്. അപ്പോ കേരളവർമ്മ വലിയ കോയിത്തമ്പുരാന്റെ തൂലികാനാമമാണ് എന്ത്? കേരള കാളിദാസൻ. അപ്പോ ഇവിടെ നമ്മൾ 2 തൂലികാനാമങ്ങൾ പറഞ്ഞു. ഏതൊക്കെയാണ്? കേരള പാണിനി എന്നറിയപ്പെടുന്നത് AR രാജരാജവർമ്മ. അതുപോലെ കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത് കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ. കാളിയുടെ ദാസനെ വലിയവനാക്കി. കേരള കാളിദാസൻ, കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ. ഇനി അതുപോലെ മുൻകാലങ്ങൾ ചോദിച്ചിട്ടുള്ള ചില തൂലികാനാമങ്ങൾ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. കോവിലൻ. കോവിലൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് VV അയ്യപ്പൻ. കോവിലൻ VV അയ്യപ്പൻ. VV അയ്യപ്പൻ എന്നും ചിലപ്പോൾ ഓപ്ഷനിൽ തരാം. ചിലപ്പോൾ ഈ VV എന്നുള്ളതിന്റെ എക്സ്പാൻഡഡ് ഫോം ആയിരിക്കും ചിലപ്പോൾ ഓപ്ഷനിൽ തരിക. അപ്പൊ നമുക്ക് അതൊന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലും നമ്മൾ 1-2 പ്രാവശ്യം നമ്മുടെ മെമ്മറിയിൽ അത് കേട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ഓർത്തെടുക്കാനായിട്ട് പറ്റും. അപ്പൊ ഞാൻ അതിന്റെ പൂർണ്ണരൂപം അവിടെ എഴുതാം. VV അയ്യപ്പൻ എന്ന് പറയുന്നത് വട്ടംപറമ്പിൽ വേലപ്പൻ അയ്യപ്പൻ എന്നാണ്. വട്ടംപറമ്പിൽ വേലപ്പൻ അയ്യപ്പൻ. വട്ടംപറമ്പിൽ വേലപ്പൻ അയ്യപ്പനാണ് ആര്? VV അയ്യപ്പൻ എന്ന് പറയുന്നത്. ശരിക്കും പറയുന്നത് കണ്ടണാശ്ശേരി വട്ടംപറമ്പിൽ വേലപ്പൻ അയ്യപ്പൻ എന്നാണ്. നമുക്ക് അത്രയും വേണ്ടി വരില്ല. VV എന്നുള്ളതാണല്ലോ കോവിലന്റെ തൂലികാനാമത്തിൽ പറയുന്നത്. അപ്പൊ ആ VV എന്താന്നുള്ളതെന്ന് ഓർത്തു വെച്ചേക്കാം. കോവിലൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? VV അയ്യപ്പൻ, അല്ലെങ്കിൽ വട്ടംപറമ്പിൽ വേലപ്പൻ അയ്യപ്പൻ. അടുത്തതാണ് പവനൻ. പവനൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? PV നാരായണൻ നായർ. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാവും. പായും വായും ഒക്കെ ഇവിടെ കിടപ്പുണ്ട്. PV നാരായണൻ നായർ, പവനൻ. അപ്പൊ ഈ തൂലികാനാമത്തിൽ നിന്ന് തന്നെ നമുക്ക് അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമത്തിലേക്ക് എത്താം. അതിൽ പായും വായും ഉണ്ടാവും. പവനൻ എന്ന് പറയുമ്പോൾ PV നാരായണൻ നായരാണ്. ഇനി PV എന്നുള്ളതിന്റെ പൂർണ്ണരൂപം കൂടെ ഇവിടെ എഴുതി വെക്കാം. പുത്തൻ വീട്ടിൽ നാരായണൻ നായർ. പുത്തൻ വീട്ടിൽ നാരായണൻ നായർ. PV നാരായണൻ നായരുടെ പൂർണ്ണരൂപമാണ് പുത്തൻ വീട്ടിൽ നാരായണൻ നായർ. അപ്പൊ 2 നമ്മൾ പറഞ്ഞു. കോവിലൻ VV അയ്യപ്പൻ, പവനൻ PV നാരായണൻ നായർ. അടുത്തത് സഞ്ജയൻ. സഞ്ജയന്റെ തൂലികാനാമം എങ്ങനെയാണ്? MR നായർ. സഞ്ജയൻ MR നായർ. ഇനി ഇതിന്റെ ഫുൾ ഫോം വരുന്നത് മാണിക്കോത്ത് രാമനുണ്ണി നായർ. മാണിക്കോത്ത് രാമനുണ്ണി നായർ എന്നാണ് MR നായരുടെ പൂർണ്ണരൂപം. മാണിക്കോത്ത് രാമനുണ്ണി നായർ. സഞ്ജയൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന ആരാണ്? MR നായർ. സഞ്ജയൻ MR നായർ, മാണിക്കോത്ത് രാമനുണ്ണി നായർ. ഇനി അടുത്തത് ആനന്ദ്. P സച്ചിദാനന്ദൻ. P സച്ചിദാനന്ദനാണ് ആനന്ദ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത്. അപ്പൊ ഓപ്ഷനില് ആനന്ദ് ചോദിക്കുമ്പോൾ 2 സച്ചിദാനന്ദന്മാരുണ്ട്. P സച്ചിദാനന്ദനും വരും, K സച്ചിദാനന്ദനും വരും. അപ്പൊ നമുക്ക് തിരിഞ്ഞു പോകരുത്. അപ്പൊ ഞാനിത് ഓർത്തു വെച്ചേക്കണത് ഇങ്ങനെയാണ്. കുട്ടികൾ സന്തോഷമൊക്കെ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ അവർ കളിക്കുന്ന സമയത്ത്, ആനന്ദം വരുന്ന സമയത്ത് അവര് ഓലപ്പീപ്പി ഒക്കെ ഊതി കളിക്കുമ്പോൾ അവർക്ക് ആനന്ദം വരും, അല്ലെങ്കിൽ പീപ്പി ഊതി കളിക്കുമ്പോൾ അവർക്ക് ആനന്ദം വരും. അപ്പൊ ആ ഓലപ്പീപ്പി, ആ പീപ്പി എന്നുള്ളതിൽ നിന്ന് നമുക്ക് P എടുക്കാം. എപ്പോഴാണ് ആനന്ദം വരുന്നത്? P. ഓലപ്പീപ്പി ഊതുമ്പോൾ ആനന്ദം വരും. അപ്പൊ ആനന്ദം വരണമെങ്കിൽ അവിടെ ഏത് സച്ചിദാനന്ദൻ വരണം? P സച്ചിദാനന്ദൻ വരണം. അപ്പൊ ആനന്ദ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? P സച്ചിദാനന്ദൻ. ഇനി ഇത് തിരിഞ്ഞു പോകില്ലല്ലോ. അപ്പൊ കുട്ടികള് ആനന്ദം വരുമ്പോൾ ഓലപ്പീപ്പി ഊതി കളിക്കും. അപ്പൊ ആ Pയിൽ നിന്നും ആനന്ദിന്റെ തൂലികാനാമത്തിലേക്ക് വരാം. ആനന്ദ് എന്നത് P സച്ചിദാനന്ദൻ ആണെന്നുള്ള കാര്യം ഓർക്കുക കേട്ടോ. അതുപോലെ ചോദിക്കാറുള്ള മറ്റൊരു തൂലികാനാമമാണ് ആശാമേനോൻ. ആശാമേനോൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? K ശ്രീകുമാർ. K ശ്രീകുമാർ ആണ് ആശാമേനോൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത്.
അപ്പൊ നമ്മള് ഇപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ള തൂലികാ നാമങ്ങൾ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. നിങ്ങൾ കൂടെ പറഞ്ഞു നോക്കുക കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം. അപ്പൊ കേരള പാണിനി എന്നറിയപ്പെടുന്നത് ആരായിരുന്നു? AR രാജരാജവർമ്മ. ഇനി കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത് കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ. ഇനി കോവിലൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? VV അയ്യപ്പൻ. പവനൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? PV നാരായണൻ നായർ. സഞ്ജയൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് MR നായർ. ആനന്ദ് P സച്ചിദാനന്ദൻ. ആശാ മേനോൻ K ശ്രീകുമാർ. നിങ്ങൾക്ക് ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുക. ഓരോന്ന് പറഞ്ഞിട്ട് അതിന്റെ പല തവണ ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്യുക. അപ്പൊ ആ ഒരു ഫ്ലോയില് നമുക്ക് അതിങ്ങനെ പറയാനായിട്ട് കിട്ടും. ഇനി നമുക്ക് ലാസ്റ്റ് ചോദ്യത്തിലേക്ക് കടക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ അക്ഷരത്തെറ്റുള്ള വാക്കേത്? വിശ്വസ്തൻ, വിശിഷ്ടൻ, ശ്രേഷ്ഠൻ, പ്രേഷ്ഠൻ. ഇതില് അക്ഷരത്തെറ്റുള്ള പദം ഓപ്ഷൻ A ആണ്, വിശ്വസ്തൻ. വിശ്വസ്തൻ എന്ന് ഇങ്ങനെയല്ല എഴുതേണ്ടത്. ഇതിന്റെ ശരിയായ രൂപം ഇങ്ങനെയാണ്, വിശ്വസ്തൻ. ഈ തായാണ് വിശ്വസ്തന് വേണ്ടത്. നമ്മളിങ്ങനെ പറയാറില്ലേ വിശ്വാസ്യത, അത് അങ്ങനെ എഴുതി നോക്കിക്കേ, വിശ്വാസ്യത. അപ്പൊ അവസാനിക്കുന്നത് ഏതാ? ഈ ഒരു തായിലല്ലേ. അപ്പൊ ആ താ തന്നെയാണ് വിശ്വസ്തനും കൊടുക്കേണ്ടത്. ആ വിശ്വാസ്യതയുടെ താ തന്നെയായിരിക്കും വിശ്വസ്തനും കൊടുക്കേണ്ടത്. അപ്പൊ നമ്മൾ വിശ്വാസ്യത നമ്മൾ എഴുതുവാണെങ്കിൽ നമുക്ക് അത് സിമ്പിൾ വാക്കാണല്ലോ. അപ്പൊ അത് എഴുതുമ്പോൾ നമുക്കറിയാം അത് അവസാനിക്കുന്ന ഒരിക്കലും ഈ അക്ഷരത്തിലല്ല, അവസാനിക്കുന്നത് ഈ തായിലാണ്. അപ്പൊ ആ താ തന്നെയായിരിക്കണം വിശ്വസ്തൻ എന്ന് എഴുതുമ്പോഴും വരേണ്ടത്. ക്ലിയർ ആയല്ലോ? അപ്പൊ വിശ്വസ്തൻ എന്ന് എഴുതുമ്പോൾ ആദ്യത്തെ താ വേണം കൊടുക്കാനായിട്ട്. ഇനി ഈ പദങ്ങളെല്ലാം ഒന്ന് നോക്കി വെച്ചേക്കുക. വിശിഷ്ടൻ, വിശിഷ്ടന് ഏത്? എസ് പോലെയുള്ള ടായാണ് നമ്മൾ വിശിഷ്ടന് കൊടുക്കുന്നത്. ഇത് ശരിയായ പദമാണ്. അപ്പൊ വിശിഷ്ടൻ എന്ന് ഉള്ളതിന് ഈ എസ് പോലെയുള്ള ടാ. അപ്പൊ അത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഓർത്തു വയ്ക്കാം, വിശിഷ്ടമായിട്ടുള്ളതെന്തും നമുക്കിഷ്ടമാണ്, വിശിഷ്ടമായതെന്തും എനിക്കിഷ്ടമാണ്. ഇഷ്ടം എന്നുള്ളത് എല്ലാവർക്കും എഴുതാൻ അറിയാലോ. അപ്പോ ഈ ഒരു ടാ തന്നെയാണ് വിശിഷ്ടത്തിലും വരുന്നതെന്ന് ഓർത്താൽ മതി. വിശിഷ്ടമായതെന്തും എനിക്കിഷ്ടമാണ് എന്ന് പറഞ്ഞു നോക്കി. വിശിഷ്ടമായതെന്തും എനിക്കിഷ്ടമാണ്. അഷ്ടാഷ്ട കണ്ടോ? അപ്പൊ ഇഷ്ടത്തിന്റെ ഷ്ടാ തന്നെയാണ് വിശിഷ്ടനും വരുന്നത്. ക്ലിയർ ആയല്ലോ? വിശിഷ്ടമായതെന്തും എനിക്കിഷ്ടമാണ്. അപ്പൊ അങ്ങനെ ഓർത്തു വയ്ക്കുക, വിശിഷ്ടനും ഇഷ്ടത്തിനും ഒരേ ഷ്ടായാണ്. അപ്പൊ എസ് പോലെയുള്ള ടായിട്ട് വിശിഷ്ടൻ ഓർത്തു വയ്ക്കുക. ഇനി ശ്രേഷ്ഠൻ. ശ്രേഷ്ഠനിൽ വരുന്നത് വട്ടം ഠായാണ് വരുന്നത്, വട്ടം. അപ്പൊ അങ്ങനെ നമ്മൾ അത് ഓർത്തിരിക്കാൻ വേണ്ടി നമുക്ക് ശ്രേഷ്ഠമായ സാധനങ്ങളെല്ലാം അതൊക്കെ നമ്മൾ എങ്ങനെയാ ഒരു പാത്രത്തിലിട്ട് അടച്ച് സൂക്ഷിച്ചു വെക്കുന്നത്. ഇതാണ് എന്റെ പാത്രം, ഈ പാത്രത്തിൽ ഞാൻ ഇട്ട് ഇങ്ങനെ എനിക്ക് എന്റെ ശ്രേഷ്ഠമായ സാധനങ്ങളെല്ലാം ഞാൻ ഇങ്ങനെ ഒരു പാത്രത്തിലിട്ട് അടച്ചു വെച്ചു. കണ്ടോ? വട്ടം പോലെയുള്ള ഠ ആ പാത്രത്തിലിട്ടെല്ലാം ശ്രേഷ്ഠമായതെല്ലാം ഞാൻ ഒരു പാത്രത്തിലിട്ട് സൂക്ഷിച്ച് അടച്ചു വെച്ചു. അപ്പൊ ആ വട്ടം പോലെയുള്ള ഈ ഠായാണ് ശ്രേഷ്ഠനിൽ വരുന്നത്. അപ്പൊ നമ്മൾ ശ്രേഷ്ഠമായ സാധനങ്ങളൊക്കെ ആ പാത്രത്തിന്റെ അകത്തിട്ട് അങ്ങനെ അടച്ചു വെച്ചേക്കുവാന്ന് ഓർത്തു കഴിഞ്ഞാൽ ആ വട്ടം പോലെയുള്ള ഠ നിങ്ങൾക്ക് അവിടെ ഓർത്തെടുക്കാനായിട്ട് പറ്റും. ശ്രേഷ്ഠന് വരുന്നത് രണ്ടാമത്തെ ഠായാണ്. ശ്രേഷ്ഠമായതെല്ലാം നമ്മൾ ഇതിന്റെ അകത്താണ് ഇട്ട് വെച്ചേക്കുന്നതെന്ന് ഓർത്താൽ മതി. അതുപോലെ പ്രേഷ്ഠനും രണ്ടാമത്തെ വട്ടം ഠായാണ് വരുന്നത്. അപ്പൊ അതൊന്ന് ഉച്ചരിച്ച് നോക്കിക്കേ, രണ്ടും ഒരുപോലെ വരില്ലേ? ശ്രേഷ്ഠൻ, പ്രേഷ്ഠൻ, ശ്രേഷ്ഠൻ, പ്രേഷ്ഠൻ, ഒരേ ഇതിലാണ് പോകുന്നത്. അപ്പൊ ശ്രേഷ്ഠമായതെല്ലാം നമ്മൾ ആ വട്ടത്തിൽ ഇട്ട് വെച്ചേക്കുന്നത് പോലെ പ്രേഷ്ഠനും അതുപോലെ തന്നെ ഓർത്താൽ മതി. ശ്രേഷ്ഠൻ, പ്രേഷ്ഠൻ. അപ്പൊ ഈ വാക്കുകൾ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. കാരണം ചിലപ്പോൾ ഇനി ഇത് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചില പദങ്ങൾ നമുക്കൊന്ന് നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശരിയായ പദം കണ്ടെത്തുക. പ്രായച്ചിത്തത്തിന്റെ പല ഫോംസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇതില് കറക്റ്റായിട്ട് വരുന്നത് ഓപ്ഷൻ A ആണ്. പ്രായച്ചിത്തം എന്ന് പറയുന്നത് ഷായും ചായും കൂടെ ചേർന്നിട്ടുള്ള രൂപമാണ് ഷി. അപ്പൊ ഇതാണ് ശരിയായ പദം. ഷായും ചായും ചേരുന്നതാണ് പ്രായച്ചിത്തത്തിന്റെ ശരിയായ രൂപം. അപ്പൊ എങ്ങനെ എഴുതാം? പ്രായശ്ചിത്തം. അപ്പൊ ഇതിന്റെ ഉത്തരം ഓപ്ഷൻ A ആണ്. ഇനി നമുക്ക് അടുത്തൊരു ചോദ്യം നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളിൽ ശരിയായ രൂപം തിരഞ്ഞെടുത്തെഴുതുക. ഇവിടെ ഗ്രന്ഥം എന്നുള്ളതിന്റെ പല ഫോമുകളാണ് തന്നിരിക്കുന്നത്. ഇതിൽ കറക്റ്റ് ആയിട്ട് വരുന്നത് ഓപ്ഷൻ A ആണ്.
ഗ്രന്ഥം. നായും ധായും കൂടെ ചേർന്ന് വരുന്ന ധ. ഗ്രന്ഥം. ഇങ്ങനെയാണ് ഇത് കറക്റ്റ് ആയിട്ട് എഴുതുന്നത്. ഇനി എവിടെയെങ്കിലും നിങ്ങൾക്ക് ഇത് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ ഒരു 5 പ്രാവശ്യം അങ്ങനെ ആ വാക്കുകളൊന്ന് എഴുതി പഠിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ആ വാക്കുകൾ നിൽക്കും. കുറെയൊക്കെ നമുക്ക് കോഡുകളിലൂടെയൊക്കെ ഓർത്തു വെക്കാം. അല്ലാതെന്നുള്ളത് നിങ്ങൾ എഴുതി തന്നെ പഠിക്കുക. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഓർമ്മയിലേക്ക് കിട്ടുന്നതായിരിക്കും. അപ്പൊ ഗ്രന്ഥം എന്നുള്ളത് എഴുതുന്നത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. നായും ധായും കൂടെ ചേർന്നാണ് ഗ്രന്ഥം എന്നുള്ള പദം എഴുതുന്നത്. ഇനി അടുത്ത ഒരു പദം നോക്കാം. അത്യാവശ്യം എന്നുള്ളതിന്റെ ശരിയായ രൂപമാണ് ചോദിച്ചിരിക്കുന്നത്. അത്യാവശ്യം, 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 അത്യാവശ്യം. അപ്പോ നമുക്കറിയാം ആവശ്യം. ആവശ്യം എന്ന് നമ്മൾ എങ്ങനെ എഴുതുന്നത്? ആവശ്യം എന്ന് ആരും പറയാറില്ല, ആവശ്യം എന്നാണ് എല്ലാവരും പറയുന്നത് അല്ലെ. ഈ അത്യാവശ്യം എന്നാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അതിയായ ആവശ്യമാണ് അത്യാവശ്യം. അതിയായ ആവശ്യം അതാണല്ലോ. അപ്പൊ അത്യാവശ്യം, ആവശ്യം എന്ന് തന്നെ വരണം, വേണ്ടേ? അപ്പൊ ഇതായിരിക്കും ശരിയായ രൂപം. അതിയായ ആവശ്യമാണ് അത്യാവശ്യം. അപ്പൊ ആവശ്യം എന്നുള്ള രീതിയിൽ അവസാനിക്കുന്നത് വേണം നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ ഓപ്ഷൻ സി ആയിരിക്കും നമ്മുടെ ഉത്തരം വരുന്നത്. അതിയായ ആവശ്യമാണ് അത്യാവശ്യം. അപ്പൊ ഓപ്ഷൻ സി ആയിരിക്കും ശരിയായ പദം. അത്യാവശ്യം. ആവശ്യം എന്ന് പറയാറില്ല, ആവശ്യം എന്നേ പറയാറുള്ളൂ. അപ്പോ അങ്ങനെ വരുമ്പോ അത്യാവശ്യമാണ് ശരിയായ രൂപം. ഇനി വീണ്ടും ഒരു ചോദ്യം കൂടെ നോക്കാം. ശരിയായ പദം തിരിച്ചറിയുക. അസ്തമയം, അസ്തമനം, അസ്തമാനം, അസ്താമയം. ഇതില് ശരിയായ പദം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. അസ്തമയം എന്നുള്ളതാണ് ശരിയായ പദം. അസ്തമയം എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത്? സൂര്യൻ പടിഞ്ഞാറ് മറയുന്ന സമയം, അതാണല്ലോ അസ്തമയം. എന്താണ്? സൂര്യൻ പടിഞ്ഞാറ് മറയുന്ന സമയം. കണ്ടോ, ഇവിടെ ഒരു മയം കിടക്കുന്നത് കണ്ടോ? ആ മയം തന്നെ ഉള്ള വാക്കെടുത്താൽ മതി. കണ്ടോ, അസ്തമയം. അപ്പൊ സൂര്യൻ അസ്തമിക്കുന്ന സമയം അല്ലെങ്കിൽ സൂര്യൻ പടിഞ്ഞാറ് മറയുന്ന സമയം, ആ മയം, അതിൽ അവസാനിക്കുന്ന വാക്ക് നോക്കാം. അസ്തമയവും അസ്താമയവും ഉണ്ട്. ഒരു സ്വാഭാവികമായിട്ട് ഒരു മലയാളിക്ക് അറിയാം അസ്താമയം എന്നാരും പറയില്ല. അപ്പൊ എങ്ങനെ വരും? അസ്തമയം എന്നാണ് വരുന്നത്. അപ്പൊ സൂര്യൻ പടിഞ്ഞാറ് മറയുന്ന സമയം എന്ന രീതിയിൽ അസ്തമയം എന്നുള്ള വാക്കായിരിക്കും ശരിയായ രീതിയിലുള്ള പദം. അപ്പൊ എല്ലാവർക്കും ഈ പദശുദ്ധി എന്നത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതോടുകൂടി നമ്മൾ LDC തിരുവനന്തപുരം ജില്ലയിൽ നടത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലെ മലയാളം ചോദ്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം നമ്മൾ 2021 മുതലുള്ള മുൻകാല ചോദ്യങ്ങളിലെ മലയാളം ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളായിരുന്നു ഉൾപ്പെടുത്തിയത്. ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ ചോദ്യങ്ങളെല്ലാം നിങ്ങൾക്ക് പോളിലൂടെ പ്രാക്ടീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലായ PSC Voyagerൽ ഈ വീഡിയോയ്ക്ക് ശേഷം, വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഇതിലെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു അവസരം നമ്മൾ ടെലിഗ്രാം ചാനലിൽ നിങ്ങൾക്ക് നൽകുന്നതാണ്. അപ്പോൾ ജോയിൻ ചെയ്യാത്തവർ തീർച്ചയായിട്ടും ചാനലിൽ ജോയിൻ ചെയ്ത് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം ഞങ്ങൾ കമന്റിലൂടെ അറിയിക്കുക. കാരണം നിങ്ങൾ തരുന്ന ഓരോ സജഷൻസും അനുസരിച്ചാണ് നമ്മൾ ഓരോ വീഡിയോയും ചെയ്യുന്നത്. മുൻപോട്ടുള്ള ഓരോ വീഡിയോസ് ചെയ്യാനുള്ള പ്രചോദനവും ആ ലൈക്കും കമന്റും എല്ലാം തന്നെയാണ്. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. PSCക്ക് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ മറ്റു കൂട്ടുകാരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് നൽകുക. അപ്പോൾ നമുക്ക് PYQ സീരീസിലെ അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക്